സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. താരത്തിനെ ആക്രമിക്കാൻ അവസരമൊരുക്കിയത് വീട്ടുജോലിക്കാരിൽ ഒരാളാണെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക റിപ്പോർട്ട്. ഇതിന് കാരണമായി മുംബൈ പോലീസ് ചൂണ്ടിക്കാണിക്കുന്ന വസ്തുത ആക്രമണം നടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് വരെയുള്ള CCTV ഫുട്ടേജാണ്. വീടിനകത്തു നിന്നും പുറത്തുനിന്നുമുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു. ഇതിലൊന്നിലും അക്രമി വീട്ടിനകത്ത് കടക്കുന്ന ദൃശ്യങ്ങൾ കണ്ടെത്താനായില്ല. സെയ്ഫ്, കരീന ദമ്പതികളുടെ വസതിയുടെ പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളിലും ഇത്തരത്തിൽ ആരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതിനർത്ഥം അക്രമി വളരെ മുമ്പ് തന്നെ വസതിയിലെത്തിയിരുന്നു എന്നാണ്. ഇത്രയും നേരം ആ വീട്ടിൽ ഒളിച്ചു കഴിയണമെങ്കിൽ വീടിനെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന ഒരാളുടെ സഹായം ആവശ്യമാണ്. അത് വീട്ടിനകത്ത് നിന്നുള്ള ഒരാളാവാനുള്ള സാധ്യത കൂടുതലാണ്. നിലവിൽ ജോലിക്കാരാണ് സംശയത്തിൻ്റെ നിഴലുള്ളതെന്നും റിപ്പോർട്ട് പറയുന്നു. സംഭവത്തിൽ 3 ജീവനക്കാരെ ചോദ്യം ചെയ്തിരുന്നു. സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ജീവനക്കാരെയാണ് ചോദ്യം ചെയ്തത്. മോഷ്ടിക്കാനാണ് അക്രമി എത്തിയതെന്നാണ് ഇവരുടെ മൊഴി. എന്നാൽ മോഷണ ശ്രമമാണോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. അതേസമയം കരീന കപൂറിൻ്റെ അടക്കം മൊഴികൾ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മകനും ജീവനക്കാരനുമൊപ്പമാണ് നടൻ ആശുപത്രിയിലെത്തിയത്. അക്രമി ലക്ഷ്യമിട്ടത് 2ാമത്തെ മകനായ ജയെ ആണെന്നാണ് കരീനയുടെ മൊഴി. കുട്ടിയെ കൈക്കലാക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇയാൾ. സെയ്ഫ് അപ്പോൾ തന്നെ കുട്ടിയെയും നാനിയെയും 12ാം നിലയിലേക്ക് കയറ്റിവിട്ടു. അക്രമി വീട്ടിൽ നിന്നും ഒന്നും മോഷ്ടിച്ചിട്ടില്ല. ആഭരണങ്ങൾ തുറന്നിരിക്കുകയായിരുന്നു, അതുപോലും തൊട്ടിട്ടില്ല. ജയെ പിടികൂടാൻ പറ്റാത്തതിലുള്ള ദേഷ്യത്തിൽ അക്രമി സെയ്ഫിനെ ആവർത്തിച്ച് കുത്തുകയായിരുന്നു. അത് കണ്ടുകൊണ്ട് നിൽക്കാനേ പറ്റിയുള്ളൂ. എത്രയും പെട്ടെന്ന് പോവുകയും ചെയ്തു. സംഭവത്തിന് ശേഷം സഹോദരി കരിഷ്മ കപൂറത്തിയാണ് തന്നെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതെന്നും കരീന വെളിപ്പെടുത്തി. അപ്പോഴും സെയ്ഫിനൊപ്പം ആ അവസ്ഥയിൽ കരീന ആശുപത്രിയിൽ പോകാത്തത് എന്തുകൊണ്ടാണ് തൈമൂറിനെ സെയ്ഫ് പകരം കൂടെ കൂട്ടിയത് തുടങ്ങി ഉത്തരങ്ങളില്ലാത്ത നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. സെയ്ഫ് അലി ഖാനെതിരായ ആക്രമണത്തിൻ്റെ ഞെട്ടലിലാണ് എല്ലാവരും. ആരും അറിയാതെ ആ വീട്ടിൽ അക്രമി കടന്നെത്തിയത് എങ്ങനെ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഒന്നിനും ഉത്തരമില്ല. എന്നാൽ വെറുമൊരു മോഷണ ശ്രമമല്ല അവിടെ നടന്നെന്ന സംശയം ഉയരുന്നുണ്ട്. രാജ്യത്തെ ഏറ്റവും പ്രശസ്തനായ അധോലോക ഗുണ്ടകളുടെ പേടിസ്വപ്നമായ ദയാനായക് സെയ്ഫിൻ്റെ വീട് സന്ദർശിച്ചതാണ് ഈ സംശയത്തിന് കാരണം. സെയ്ഫിനെതിരായ ആക്രമണത്തിന് പിന്നിൽ ബിഷ്ണോയ് സംഘമാണെന്ന അനുമാനങ്ങൾ എത്തിയതും ഇതിന് പിന്നാലെയാണ്. നിലവിൽ മുംബൈയുടെ പേടിസ്വപ്നമായി നിൽക്കുന്ന ഏക ഗ്രൂപ്പ് ബിഷ്ണോയ് ഗ്രൂപ്പാണ്. നേരത്തെ സൽമാൻ ഖാനെതിരെയും സംഘം ആക്രമണം നടത്തിയിരുന്നു. സൽമാൻ്റെ സുഹൃത്ത് എന്ന രീതിയിലല്ല, മറിച്ച് കൃഷ്ണമൃഗത്തെ വേട്ടയാടിയ കേസിൽ ബിഷ്ണോയ് സംഘത്തിൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ സെയ്ഫ് അലി ഖാൻ ഉണ്ടാകാനുള്ള സാധ്യതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. അന്ന് സൽമാനെ കൂടാതെ ആ സംഘത്തിലുണ്ടായിരുന്ന ഒരാൾ സെയ്ഫ് അലി ഖാൻ ആയിരുന്നു. ഹം സാത്ത് സാത്ത് ഹൈൻ എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടെയായിരുന്നു വിവാദ സംഭവം. രാജസ്ഥാനിലായിരുന്നു ചിത്രീകരണം. ഇവിടുത്തെ ബിഷ്ണോയ് സമുദായം ഈശ്വര തുല്യമായി കണക്കാക്കുന്ന ജീവിയാണ് കൃഷ്ണമൃഗം. ഇതിനെ വേട്ടയാടുന്നതും കൊലപ്പെടുത്തുന്നതും ക്രൂരകൃത്യവും മഹാഭാവവുമായാണ് ബിഷ്ണോയ് സമുദായം കണക്കാക്കുന്നത്. സംഭവത്തിൽ സെയ്ഫ് അലി ഖാൻ, സൊനാലി ബാന്ദ്രെ, നീലം തബു എന്നിവർക്കെതിരെ 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലെ സെഷൻ 51 പ്രകാരം കേസെടുത്തിരുന്നു. സംശയത്തിൻ്റെ ആനുകൂല്യത്തിൽ ഇവർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. സ്വാഭാവികമായും ഇവർ ബിഷ്ണോയ് സംഘത്തിൻ്റെ റഡാറിൽ വരാനാണ് സാധ്യതയെന്ന് റിപ്പോർട്ടുകളും പറയുന്നു.